നമസ്കാരം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുമെന്ന് മന്ത്രി VS ശിവകുമാർ. ഇടുക്കി ജില്ല ഇനി പുകയില രഹിത വിദ്യാലയ ജില്ല. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപനം നടത്തി. മുട്ടം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും മാത്തപ്പാറ കോളനിയിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും മാത്തപ്പാറ നിവാസികളുടെ നേതൃത്വത്തിൽ മുട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയനുകളുടെ 13ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് തൊടുപുഴ യൂണിയൻ കമ്മിറ്റി നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ കോലം കത്തിച്ചു. യൂത്ത് ഫ്രണ്ട് നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിൽ വഴിതടയൽ സമരം നടത്തി. ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടു. ചെറുതോണി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VS ശിവകുമാർ അധ്യക്ഷനായി. 65 കൊല്ലം കൊണ്ട് 5 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെ കേരളത്തിൽ ഉണ്ടായുള്ളൂ. എന്നാൽ UDF സർക്കാരിന്റെ 2 വർഷം കൊണ്ട് 8 മെഡിക്കൽ കോളേജുകൾ തുടങ്ങാൻ നടപടി സ്വീകരിച്ചു. കണ്ണൂർ, എറണാകുളം, കൊല്ലം ജില്ലകളിലാണ് ഇനി സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകേണ്ടത്. കണ്ണൂരിലും എറണാകുളത്തും സർക്കാരിന് മറ്റു ചില തീരുമാനങ്ങളുമുണ്ടെന്ന് പരിയാരം, കളമശ്ശേരി സഹകരണ മെഡിക്കൽ കോളേജുകൾ സർക്കാർ ഏറ്റെടുക്കുന്നത് സൂചിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. 14 ജില്ലകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് മാത്രമായില്ല, ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ അത് കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും കിട്ടണം. 65 കൊല്ലക്കാലം കൊണ്ട് നമ്മുടെ ഈ കേരളത്തിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ച 65 കൊല്ലം കൊണ്ട് ഈ കേരളത്തിൽ 5 മെഡിക്കൽ കോളേജുകളാണ് ഗവൺമെന്റ് മേഖലയിൽ വന്നത്. കഴിഞ്ഞ 2 കൊല്ലക്കാലം കൊണ്ട് ഈ മേഖലയിൽ 8 മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് ഇന്ന് ഗവൺമെന്റ് പൂർത്തീകരിച്ചിട്ടുള്ളത്. കൊട്ടും പാട്ടും ആർപ്പുവിളികളുമായി ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപന ചടങ്ങ് അവിസ്മരണീയമായി. വൃന്ദവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ നൂറുകണക്കിന് നാട്ടുകാർ ആവേശത്തോടെ അണിനിരുന്ന പ്രകടനം ശ്രദ്ധേയമായി. രാജാക്കാട് NR സിറ്റി സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു മുൻനിരയിൽ വൃന്ദവാദ്യം മുഴക്കിയത്. ഒപ്പം ചേലച്ചൂട് സാന്തോം സ്കൂളിലെ കുട്ടികളാണ് ശ്രവ്യ വിസ്മയം ഒരുക്കിയത്. പ്രകടനത്തിന്റെ മുൻനിരയിൽ PT തോമസ് MP, റോഷി അഗസ്റ്റിൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ തുടങ്ങിയവർ അണിനിരന്നു. പ്രകടനം സെൻട്രൽ ജംഗ്ഷനിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ധനകാര്യ വകുപ്പ് മന്ത്രി KM മാണിയും റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശും ആരോഗ്യ വകുപ്പ് മന്ത്രി VS ശിവകുമാറും ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫും എത്തി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിൽ സർക്കാരിന് പണം പ്രശ്നമല്ലെന്ന് ധനമന്ത്രി KM മാണി പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപന ചടങ്ങിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പണം ഒരു പ്രശ്നമല്ലെന്ന് മന്ത്രി KM മാണി. ഇടുക്കിയിലെ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിനായി എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാൻ സർക്കാരിന് മടിയില്ല. കൂട്ടായ പ്രയത്നത്തിലൂടെ 1 വർഷത്തിനകം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപന ചടങ്ങിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇടുക്കി മെഡിക്കൽ കോളേജിന് പണമില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആവശ്യമായ മുഴുവൻ പണവും അടൂർ പ്രകാശിന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നമുക്ക് ആ ശിവകുമാർ, ഞാനെപ്പോഴും അടൂർ പ്രകാശിനെ ഓർക്കുള്ളൂ എന്ന് വിചാരിക്കുന്നത്.
നമ്മുടെ ആരോഗ്യമന്ത്രി ശിവകുമാറാണ്. ആ ശിവകുമാർ എന്ന് പറഞ്ഞപ്പോൾ എത്രയൊരു അത്ഭുത പ്രതിഭാസമാണ് നിങ്ങൾക്കറിയാം. ആ ശിവന്റെ പേരാണ് ആർജിച്ചിരിക്കുന്നത്. അത്ഭുത പ്രതിഭാസമാണ്. വളരെ പ്രതിബദ്ധതയോടുകൂടി ആരോഗ്യ വകുപ്പിനെ നയിക്കുന്ന ശിവകുമാർ ഇടുക്കിയിലെത്തിയിരിക്കുന്നു. നമുക്ക് വലിയ പ്രതീക്ഷയാണ്. ഉടൻ നമുക്ക് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കണം, നിർമ്മാണം ആരംഭിക്കണം. നമുക്ക് എത്രയും വേഗം 1 വർഷത്തിനകം ഇതിന്റെ ഇടുക്കിയിലെ സാധാരണക്കാർക്ക് വിദഗ്ധ ചികിത്സ ലക്ഷ്യമിട്ടാണ് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതെന്ന് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപന ചടങ്ങിനോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, കാര്യങ്ങൾ നടപ്പാക്കാനും സർക്കാരിന് കഴിയുമെന്ന ഇച്ഛാശക്തിയുടെ ഉദാഹരണമാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല, കാര്യങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ ഇത്തരത്തിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ കഴിഞ്ഞത് എന്നുള്ള സന്തോഷത്തോടു കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ആരോഗ്യ പരിപാലന രംഗത്ത് ആരോഗ്യമേഖലയ്ക്കും മുന്തിയ പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 1935 ഡോക്ടർമാരെയാണ് നിയമിച്ചത്. മുൻപ് ഇടുക്കിയിൽ നിയമിച്ചാൽ ഡോക്ടർമാർ ഇവിടെ വരാൻ മടിക്കുന്ന സ്ഥിതിവിശേഷമായിരുന്നുവെങ്കിലും ഇപ്പോൾ സ്ഥിതി മാറിയെന്നും മന്ത്രി പറഞ്ഞു. VBC ന്യൂസ്, ഇടുക്കി. തൊടുപുഴ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ പറഞ്ഞു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെയും ജെറിയാട്രിക് വാർഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുമെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെയും ജെറിയാട്രിക് വാർഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. തൊടുപുഴ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തണമെന്നുള്ള മന്ത്രി PJ ജോസഫിന്റെ അഭ്യർത്ഥനയെ തുടർന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. എല്ലാ രോഗങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബൃഹത്തായ ഒരു പദ്ധതിക്കാണ് നമ്മൾ രൂപം കൊടുത്തത്. ആരോഗ്യ കിരണം എന്ന് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ള പദ്ധതി കേരളത്തിൽ നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് ഇന്നല്ല ക്യാബിനറ്റിൽ വെച്ച് പലപ്പോഴും സംസാരിക്കുകയും എനിക്ക് നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നാൽ അദ്ദേഹം ഇവിടെ പറഞ്ഞത് താലൂക്ക് ആശുപത്രിയാണ്. വളരെ പുരാതനമായ, ഞങ്ങളൊക്കെ ജനിക്കുന്ന 56 ആണ് ഈ ആശുപത്രി. ഞാൻ വായിച്ചു നോക്കിയപ്പോഴേക്കും മനസ്സിലായത്. എന്തായാലും ഈ പ്രദേശത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്നുള്ള രീതിയിൽ ഈ പ്രദേശത്തിന്റെ ചികിത്സാ സൗകര്യം ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നത് ഈ ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതാണ്. ഇടുക്കി ജില്ലയിലെ സർക്കാർ തലത്തിലുള്ള ആദ്യത്തെ ഡയാലിസിസ് യൂണിറ്റാണ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഒരേ സമയം 8 രോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ സർക്കാർ തലത്തിലുള്ള ആദ്യത്തെ ഡയാലിസിസ് യൂണിറ്റാണ് തൊടുപുഴ താലൂക്ക് ആശുപത്രിയോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്നത്. ഒരേ സമയം 8 രോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി ഉൾപ്പെടെ 2 കോടി രൂപ ഉപയോഗിച്ച് 5 മാസം കൊണ്ടാണ് താലൂക്ക് ആശുപത്രിയിലെ മുകൾ നിലയിൽ ശീതീകരിച്ച ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സായി ട്രസ്റ്റുമായി സഹകരിച്ച് രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ഡയാലിസിസ് നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കും. VBC ന്യൂസ്, തൊടുപുഴ. തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ വയോജനങ്ങൾക്കായി ആരംഭിച്ചിരിക്കുന്ന ജെറിയാട്രിക് വാർഡിൽ 4 പുരുഷന്മാർക്കും 4 സ്ത്രീകൾക്കും ഒരേ സമയം കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമാണ് ഉള്ളത്. NRHM ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വാർഡിൽ പ്രായമായ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ നിലയിലാണ് കട്ടിലുകളും ബാത്റൂമുകളും എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇടുക്കി ജില്ല ഇനി പുകയിലരഹിത വിദ്യാലയ ജില്ല. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപനം നടത്തി. പുകയില രഹിത വിദ്യാലയ ജില്ലയായി പ്രഖ്യാപിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ, വിദ്യാഭ്യാസ, പോലീസ്, തദ്ദേശ സ്വയംഭരണ, എക്സൈസ്, വിനോദസഞ്ചാര, യുവജന ക്ഷേമ വകുപ്പുകളുടെ ഏകോപനത്തിൽ കഴിഞ്ഞ 1 വർഷമായി നടന്നുവരുന്ന പുകയില നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇടുക്കി ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന പുകയില രഹിത വിദ്യാലയ നിലവാരത്തിൽ എത്തിയിരിക്കുന്നതായി ആരോഗ്യ, പോലീസ്, വിദ്യാഭ്യാസ വകുപ്പ് തല പരിശോധനയിലും ജില്ലാതല സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലും ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ ഇടുക്കി ജില്ലയെ പുകയില രഹിത വിദ്യാലയ ജില്ലയായി പ്രഖ്യാപിക്കുന്നു. പടിഞ്ഞാറേക്കോടിക്കുളം ഒഴാങ്കോട് ഭാഗത്ത് പഞ്ചായത്ത് വക നിർമ്മിച്ച കുളം ഉപയോഗശൂന്യമായി മാറുന്നു. ഏകദേശം 500ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ഈ കുളം അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്താതെ കിടക്കുകയാണ്.
പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയിൽ നാട്ടുകാർ പ്രതിഷേധം രേഖപ്പെടുത്തി. കടുത്ത വേനലിൽ ജനങ്ങൾ കുടിവെള്ളത്തിനായി പരക്കം പായുമ്പോൾ ഉള്ള കുളം പോലും സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഏഴൂർ കുടിവെള്ളിപ്പത്തിലെ കിണറാണിത്. ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന് മാലിന്യമായി കിടക്കുകയാണ്. ഇതിന് സംബന്ധിച്ച വലയോ ഈ കിണറിനില്ല. ഇത് 10-500 വീട്ടുകാർ കുടിക്കുന്ന വെള്ളമാണ്. മുട്ടം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടും മാത്തപ്പാറ കോളനിയിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് മാത്തപ്പാറ നിവാസികളുടെ നേതൃത്വത്തിൽ മുട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. മുട്ടം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള കുടിവെള്ളക്ഷാമവും മാത്തപ്പാറ കോളനിയിലേക്കുള്ള റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മാത്തപ്പാറ നിവാസികളുടെ നേതൃത്വത്തിൽ മുട്ടം പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റിനെ തടഞ്ഞുവെക്കുകയും ചെയ്തു. മാത്തപ്പാറ കോളനിയിൽ നാളുകളായി തുടരുന്ന കുടിവെള്ളക്ഷാമത്തിന് നാളിതുവരെയായി മുട്ടം പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നോ വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നോ യാതൊരു നടപടികളും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ ഇത്തരമൊരു പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയനുകളുടെ 13ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. തൊടുപുഴ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ അൻപഴക്ക് നഗറിൽ നടന്ന സമ്മേളനം ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് അസോസിയേഷൻ ഗ്രൂപ്പ് സി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഇർഷാദ് എ ഷെയ്ഖ് ഉദ്ഘാടനം നിർവഹിച്ചു. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. MJ ജോൺസൺ, MS കരുണാകരൻ, NB ശശിധരൻ, K നാരായണൻ, CB വർഗീസ്, VK ബിജു, ജയൻ, രാജേന്ദ്രൻ, ശോഭനകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഭാരതീയ വസ്തു സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 10 വർഷത്തിന് ഉള്ളിൽ ഭാരതീയ വസ്തു സംഘത്തിന്റെ പ്രവർത്തനം ആരംഭിച്ച ഒരു പ്രദേശമാണ് തൊടുപുഴ. പ്രവർത്തനം ആരംഭിച്ച് ഇടുക്കി ജില്ലയിൽ ഇന്ന് ഭാരതീയ വസ്തു സംഘം തൊഴിലാളി രംഗത്തെ നിഷേധിക്കാനാവാത്ത ശക്തിയായി മാറിയിരിക്കുന്നു. ആ ഭാരതീയ വസ്തു സംഘത്തിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭാരതീയ വസ്തു സംഘത്തിൽ അഭിനയം ചെയ്തിട്ടുള്ളതും ഭാരതീയ വസ്തു സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുമായ സർവീസ് സംഘടനകൾ അതിന്റെ പ്രവർത്തനവും ഈ ജില്ലയിൽ കാര്യക്ഷമമായി തന്നെ നടക്കും. അങ്ങനെ ഭാരതീയ വസ്തു സംഘത്തിന്റെ പ്രവർത്തനം വളരെ ശക്തിമത്തായി നടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ സമ്മേളനത്തിൽ നിന്ന് കേന്ദ്രീകരിക്കുന്നത്. ഇന്ന് സമ്മേളനം നടക്കുമ്പോൾ SNDP യോഗം യൂത്ത് മൂവ്മെന്റ് തൊടുപുഴ യൂണിയൻ കമ്മിറ്റി നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ കോലം കത്തിച്ചു. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് തൊടുപുഴ യൂണിയൻ കമ്മിറ്റി നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ കോലം കത്തിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഫോണിലൂടെ വധഭീഷണി ഉണ്ടായതിൽ പ്രതിഷേധിച്ചാണ് കോലം കത്തിച്ചത്. രമേശ് ചെന്നിത്തലയുടെ ബന്ധു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ശേഷമായിരുന്നു വധഭീഷണി എന്ന വാർത്തയെ തുടർന്നായിരുന്നു കോലം കത്തിച്ച് പ്രതിഷേധം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്തി CPM നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി താലൂക്ക് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ഉപരോധ സമരം അവസാനിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധമുയർത്തി CPM നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി താലൂക്ക് കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഉപരോധ സമരം അവസാനിച്ചു. സമാപന ദിവസമായ ശനിയാഴ്ച തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന സമരം സെക്രട്ടേറിയറ്റ് അംഗം CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരൂപമുണ്ടെങ്കിലും മനുഷ്യന്റെ ബോധമുണ്ടെങ്കിലും മനുഷ്യനാണെന്ന് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അധസ്ഥിതരായി അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് ആദിവാസി ജനവിഭാഗം. ഓരോ ദിവസവും നാം പത്രമെടുത്താൽ ആദിവാസി കോളനികളിൽ പട്ടിണി മരണങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്.
അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന് ഇന്ന് പട്ടിണി പാവങ്ങളായ ആളുകൾ ഏറ്റവും കൂടുതൽ ഉയർന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ ഭൂരഹിതരായിരുന്ന ആളുകൾ, തലചായ്ക്കാൻ ഒരിടമില്ലാത്ത ആളുകൾ ഇന്ത്യൻ ജനതയുടെ 22% ഇന്നത് 42%. അബ്കാരി നയനവീകരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുള്ള ഏകാംഗ കമ്മീഷൻ റിട്ടയർഡ് ജസ്റ്റിസ് എം രാമചന്ദ്രൻ തൊടുപുഴയിൽ സിറ്റിംഗ് നടത്തി. സ്ഥാപനം കൊടുക്കുന്നത് ഒരു ഇയാള് ഒരു സെറ്റപ്പിൽ കൊണ്ടുവരണമെങ്കിൽ ആ 3 വർഷത്തേക്ക് അതിന്റെ എമൗണ്ട് സർക്കാരിലേക്ക് വന്നാൽ മതി. സെക്യൂരിറ്റി ഭാവിയിൽ ഒരു പ്രധാനമുണ്ട്. അല്ലാതെ കോൺട്രാക്ടർമാരെ സെക്യൂരിറ്റി വയ്ക്കുന്ന ഡിപ്പാർട്ട്മെന്റ്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയായ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. തൊടുപുഴ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുമെന്ന് മന്ത്രി VS ശിവകുമാർ. ഇടുക്കി ജില്ല ഇനി പുകയില രഹിത വിദ്യാലയ ജില്ല. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപനം നടത്തി. മുട്ടം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും മാത്തപ്പാറ കോളനിയിലേക്കുള്ള റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും മാത്തപ്പാറ നിവാസികളുടെ നേതൃത്വത്തിൽ മുട്ടം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയനുകളുടെ 13ാമത് സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് തൊടുപുഴ യൂണിയൻ കമ്മിറ്റി നേതൃത്വത്തിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ കോലം കത്തിച്ചു. യൂത്ത് ഫ്രണ്ടും നേതൃത്വത്തിൽ കഞ്ഞിക്കുഴിയിൽ വഴിതടയൽ സമരം നടത്തി. ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.